പാലക്കാട് മണ്ണാർക്കാട് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ ഡോർ തെറിച്ചു വീണ സംഭവത്തിൽ നടപടിക്കൊരുങ്ങിയ അധികൃതർ വാഹനങ്ങൾക്കെതിരെ കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂൾ ബസിന്റെ ഡോർ ഓടിക്കൊണ്ടിരിക്കെ തെറിച്ചു വീണത്. ഭാഗ്യം കൊണ്ട് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. വിവരങ്ങളുമായി എം വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, വിദ്യാർത്ഥികളടക്കം ബസ്സിലുണ്ടായിരുന്ന സമയത്താണ് ഈ രീതിയിൽ ഡോർ തെറിച്ച് വീഴുന്നത്. മാത്രമല്ല, റോഡിൻ്റെ സൈഡിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. കുട്ടികൾ രക്ഷപ്പെട്ടതുപോലും ഭാഗ്യം കൊണ്ടാണ്. എന്താണ് സംഭവിച്ചത്? ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും ടോം പറഞ്ഞതുപോലെ വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത്. ഒരു അപകടം ഉണ്ടായത് തന്നെ ദേശബന്ധു മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലെ സ്കൂൾ ബസിന്റെ വാതിലാണ് തകർന്നു വീണത്. ഈ സമയം സ്കൂളിൽ 30ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പ്രൈമറി മുതൽ വലിയ കുട്ടികൾ വരെയുള്ള 30ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന വിവരം. വലിയൊരു ഭാഗ്യം കൊണ്ടാണ് ഈ കുട്ടികൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതേപോലെ തന്നെ ഈ വാതിൽ വീഴുന്നതിന് തൊട്ടടുത്ത് തന്നെ ഈ റോഡരികിൽ ഈ ആളുകൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ വാതിൽ വീണ സ്ഥലത്ത് ആളുകൾ ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. ഇന്നലെ രാവിലെയാണ് സംഭവം. അതായത് സ്കൂളിലേക്ക് കുട്ടികളെ വിവിധയിടങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ കുട്ടികളെ എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് വരികയായിരുന്ന ബസ്സാണ് തച്ചമ്പാറ റോഡിൽ നിന്നും അരപ്പാറ റോഡിലേക്ക് ഒരു പോക്കറ്റ് റോഡിൽ നിന്നും പ്രധാന പാതയിലേക്ക് കയറി കുറച്ച് നീങ്ങിയതിനു ശേഷം ഈ ഡോറ് തകർന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു. കുട്ടികളൊക്കെ സുരക്ഷിതമായിരുന്നു. ബസ് പിന്നീട് സ്കൂളിൽ എത്തിച്ചു. കുട്ടികളൊക്കെ സുരക്ഷിതമായി ക്ലാസ് റൂമിലേക്ക് മാറ്റി. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ അടക്കമുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയുമായി രംഗത്തെത്തിയത്.